പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ പരീക്ഷണവുമായി രംഗത്തെത്തുകയാണ് ഹോട്ടൽ ഉടമകൾ. ചുരുങ്ങിയ ചെലവിൽ ഉപയോഗിക്കാനാവുന്ന അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിലേക്ക് മാറാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരികൾ. LPG പ്രതിസന്ധി സംസ്ഥാനത്തെ ഹോട്ടൽ മേഖലയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. നമ്മൾ 2 ദിവസമായി അത് ചർച്ച ചെയ്യുകയാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലാണ്. പക്ഷേ അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല ഹോട്ടൽ ഉടമകൾ, പ്രത്യേകിച്ചും കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരികൾ. ഈ മേഖലയിൽ വളരെ പ്രശസ്തരായ പാരഗൺ ഹോട്ടൽ ഉടമ സുമേഷ് ഏട്ടൻ നമ്മോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ റഹ്മത്തൽ ഹോട്ടൽ ഉടമ സുഹൈൽക്കയുമുണ്ട്. സുഹൈൽക്ക് ഒരു പരീക്ഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സുഹൈൽക്ക് ആ പരീക്ഷണം? വിറക് ഉപയോഗിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ നല്ല ഫ്ലെയിമോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടുപ്പ് എന്നുള്ള രീതിയിൽ ഇത് ഞങ്ങളൊന്ന് ചെറുതൊന്ന് വാങ്ങിച്ചു നോക്കിയിരുന്നു. പക്ഷെ അത് ഓക്കെയാണ്. പക്ഷെ ഞങ്ങളത്തെ ഹെവി കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിനെ ഞങ്ങളതായിട്ട് രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ഇത് എൻ്റെ സ്റ്റാഫുകളെ വെച്ചിട്ട് തന്നെ ഞാനിത് ഉണ്ടാക്കുകയും ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ്. ഇത് പരീക്ഷണം വിജയിക്കണം. ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. പക്ഷെ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രവർത്തനം ഉണ്ടാവുക? ഇതിലൊരു ഫാന് വരും, അതുപോലെ തന്നെ കുറച്ച് വിറകെ ആവശ്യമുള്ളൂ. ഈ ഫാൻ വെച്ചിട്ടാണ് ഇതിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ ഗ്യാസിലെ അടുപ്പ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന മാതിരി തന്നെ ഇതിന്റെ ഫ്ലെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺട്രോളർ വെച്ചിട്ട് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ പുക ഉണ്ടാവില്ല. ഞാനവിടെ ഇങ്ങനെ തരത്തിരിക്കുക, അപ്പം എന്താ ചെയ്യേണ്ടത് വിചാരിച്ചിങ്ങനെ ആകെ ഇതാക്കി ഇരിക്കുമ്പോഴാണ് സുഹൈൽ ഭായിൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ആവേശമായിരുന്നു. പരിപാടി ഉണ്ട് നിങ്ങളിവിടെ വരിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കാണാൻ വേണ്ടി വിളിച്ചതാണ്. ഭയങ്കര എനിക്കൊരു എൻകറേജ്മെൻ്റ് ആയി തോന്നി. കാരണം എന്താ വെച്ചാൽ അത് കണ്ടില്ല നിങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ ഫയർ ബ്രിക്കാണ് അദ്ദേഹം നിറയ്ക്കുന്നത്. ഇത് മുപ്പരുള്ള ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ സാധാരണ മറ്റേതിന് ഹൈറ്റ് ഇല്ല. അപ്പോൾ ഇത് ഹൈറ്റായിട്ട് ഈവൻ എന്ത് കുക്കിങ്ങും ഒരു ഗ്യാസിൽ ചെയ്യുന്ന മാതിരി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബിരിയാണി മുതൽ എന്ത് വേണമെങ്കിലും ഒരു പരിധി വരെ അറ്റ്ലീസ്റ്റ് ഒരു 50% സക്സസ്ഫുൾ ആയിട്ട് മൂപ്പർ ഈ പരീക്ഷണത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ സുഹൈൽ ഭായിൻ്റെ പണ്ട് അവിടെ റഹ്മത്ത് പോകുമ്പോൾ അവരെ പ്രോട്ടോക്കൽ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മറ്റേ വിറകിൻ്റെ ഒരു നല്ല സിസ്റ്റമാണ്. മൂപ്പരെ ഫാദർ കാലം മുതൽ ഇവോൾവ് ചെയ്ത് വന്നൊരു സിസ്റ്റമാണ് അത്. അപ്പോൾ അതിൻ്റെ ഒക്കെ അർത്ഥം ഇപ്പം മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന വേൾഡിൽ നമുക്ക് ഒരു കൺട്രോളും ഇല്ല എന്നുള്ളതാണ്. ഇത് ഈ ടീമാണ് നമുക്ക് വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സുഹൈൽക്കൻ്റെ ഐഡിയ ആണ്. നമ്മൾ ഇത് എങ്ങനെയായിട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളങ്ങനെ ഗ്യാസ് ബട്ടൺ തന്നെ ഓഫായി പറഞ്ഞപ്പോൾ രാത്രി തന്നെ സുഹൈൽക്ക വിളിച്ചത് നമ്മൾ തീരുമാനമായത്. ഇപ്പോൾ നിലവിലുള്ള ക്രൈസിസിനെ അങ്ങനെ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വ്യക്തമാകുന്നത്. അതിനെ അതിജീവിച്ച് വളരെ കൃത്യമായി മുന്നോട്ട് പോകുമെന്ന ഒരു ആത്മവിശ്വാസമാണ് കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമകൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. വേണുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.